നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് മലയൻകീഴ് കാട്ടാക്കട റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാറി അന്തിയൂർക്കോണം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മളിന്നുള്ളത്. ഇവിടെ ഈ പുറകിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായ ഒരു കണ്ടംപററി ട്രഡീഷണൽ മിക്സായിട്ട് ചെയ്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ അറ്റാച്ചായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വലതുവശത്തായിട്ട് ഒരു 4 മീറ്റർ സ്ഥലം ക്രമീകരിച്ച് കാർ പാർക്കിങ്ങിനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ മനോഹരമായ പാർക്കിംഗ് ടൈല് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. ആ കിണർ ഇവിടെയാണ്, അതായത് വീട്ടിൻ്റെ കാർ പാർക്കിങ്ങിന് സൈഡിലായിട്ട് ആണ് ഈ കിണർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കിണർ തന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ മെയിൻ റോഡ് ആക്സസ് 5 മീറ്ററാണ്. ഇത് മലയൻകീഴ് അന്തിയൂർക്കോണം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ വഴിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഈ റോഡ് 5 മീറ്ററാണ്. ഈ വീട് വരെ ടാർ ചെയ്ത റോഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിന് 4 സൈഡും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ വരുന്ന മതിലാണ്. ഒരു ഓപ്പൺ സിംഗിൾ ഗേറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഗേറ്റിൽ നിന്നും നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്കാണ് എൻ്റർ ചെയ്യുന്നത്. വളരെ വിശാലമായ ഒരു 2 മീറ്റർ ഫ്രണ്ടേജ് നൽകി ടൈലിട്ട ഒരു മുറ്റമാണ് ഈ വീടിൻ്റെ മുറ്റത്തായി നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. വളരെ സൗകര്യപൂർവ്വം ഒരുക്കിയിരിക്കുന്ന ഒരു കൊച്ചു സിറ്റ് ഔട്ടാണിത്. സിറ്റ് ഔട്ടിൽ വളരെ ബ്യൂട്ടിഫുള്ളായ ടീക്ക് ഫിനിഷിൻ്റെ ക്ലാഡിംഗ് ടൈല് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഹാളിലേക്ക് നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായി തീർത്ത ഒരു പ്ലാവിൻ്റെ ഡോറും അതോടൊപ്പം ചേർന്ന് വരുന്ന ഒരു സിംഗിൾ ബസ്കി പാളിയും ക്രമീകരിച്ച ഒരു ഡോറാണ് ഈ വീടിന് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ലിവിങ്ങിലേക്ക് നോക്കാം. വളരെ സ്പേഷ്യസായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 6x2 എന്ന റേഷ്യോയിലുള്ള ടൈലാണ് ഈ ലിവിങ് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കണ്ടംപററി മോഡൽ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് CWC പാനൽ ഉപയോഗിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായാണ് ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. കബോർഡ്സും ഒരു സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടാണിത്. ഈ വീടിന് മാക്സിമം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മനോഹരമായ പാർട്ടീഷൻ വാളും ഇൻറ്റീരിയറിനെല്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വാം വൈറ്റിങ്ങിൻ്റെ ലൈറ്റ് കോംബോയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 2 ഫാന് നൽകിയിട്ടുണ്ട്. കൂടാതെ വളരെ സ്പേഷ്യസായ രീതിയിൽ തന്നെയാണ് ഈ ഹാള് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ലിവിങ്ങിനോട് ചേർന്ന് ഒരു L ഷേപ്പിലായിട്ട് ക്രമീകരിച്ച ഒരു ഡൈനിങ് ആണ് ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 8 കസേര ഉൾപ്പെടുന്ന ഒരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു മിററും ഒരു ടവൽ ക്ലാമ്പും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന DB മറ്റ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ V-ഗാർഡിൻ്റെയാണ്. V-ഗാർഡിൻ്റെ തന്നെയാണ് ELCBയും MCBയും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ താഴെ ഇൻവെർട്ടറിൻ്റെ പ്രൊവിഷനും തൊട്ട് താഴെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ആണ് ഈ വീടിൻ്റെ കിച്ചൺ. ഈ കിച്ചൺ വളരെ സ്പേഷ്യസായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്ലാബിന് താഴെയും മുകളിലുമായിട്ട് ക്രമീകരിച്ച കബോർഡ്സ് നമുക്കിവിടെ കാണാം. കൂടാതെ ഷെയ്ഡിന് മുകളിലായിട്ടും നല്ല സ്പേഷ്യസായ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 പൈപ്പാണ് നൽകിയിരിക്കുന്നത്. വാട്ടർ കണക്ഷൻ്റെയും കിണറിലെയും വെള്ളം നമുക്ക് ഒരേ സമയം ലഭിക്കത്തക്ക രീതിയിലാണ് ഇവിടെ കിച്ചൺ സിങ്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. 3 അറ്റാച്ച് തന്നെയാണ്. വളരെ സ്പേഷ്യസായ റൂം തന്നെയാണ്. ഒരു ഡ്രസ്സിംഗ് ടേബിളും കബോർഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച് തന്നെയാണ്. വളരെ സ്പേഷ്യസായ സ്ഥലസൗകര്യത്തോടുകൂടി ഒരുക്കാൻ ഒരു ബാത്റൂം ഇതിനെ നൽകിയിട്ടുണ്ട്. ഒരു മിക്സറും മെയിൻ വാട്ടർ കണക്ഷൻ്റെയും വെള്ളം ഇവിടെ ലഭിക്കത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു വാഷ് ഏരിയയും ഒരു ക്ലോസറ്റും ഈ ബാത്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. 12x10 ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഒരു കട്ടിലും നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും.
കൂടാതെ ഒരു കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ കബോർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഈ എല്ലാ ബാത്റൂമുകളിലും നൽകിയിരിക്കുന്നത്. മിക്സർ, മെയിൻ വാട്ടർ കണക്ഷൻ, വെള്ളം ഉൾപ്പെടെ ക്രമീകരിച്ച ഒരു മനോഹരമായ ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിനും അറ്റാച്ചായി നൽകിയിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് 12x12 എന്ന റേഷ്യോയിൽ തീർത്ത ഒരു ബെഡ്റൂമാണ്. നമുക്കൊരു കിങ് സൈസ് കോട്ട് വരെ നമുക്ക് ഈ ബെഡ്റൂമിൽ ഇടാനായിട്ട് സാധിക്കും. ഈ റൂമിലും ഒരു കബോർഡ് നൽകിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ക്രമീകരിച്ച രീതിയിലാണ് ഈ കബോർഡ് നൽകിയിട്ടുള്ളത്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം നൽകി വളരെ ബ്യൂട്ടിഫുള്ളായും സ്പേഷ്യസ് ആയും ചെയ്ത ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിനും അറ്റാച്ചായി ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ അറ്റാച്ചായാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വീടിൽ ഉപയോഗിച്ചിരിക്കുന്ന തടി എല്ലാം തന്നെ പ്ലാവും ആഞ്ഞിലിയും മാത്രമാണ്. കൂടാതെ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ഈ വില തികച്ചും നെഗോഷ്യബിളാണ്. 90% വരെ ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ വീട് വാങ്ങുവാനും കാണുവാനും താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.